ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി ചൂരക്കറി ആട്ടോ ഉണ്ടാക്കാൻ പോണേ. ഇതിനാദ്യം തക്കാളി, ഉള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ടാണ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, ഇതെല്ലാം കൂടെ എന്താക്കാം, നല്ലോണം ഒത്തിരി വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അതിലുള്ള ചെറിയ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ഓക്കെ, അങ്ങനെ അത് മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഇത്തിരി ജീരകവും ഉലുവി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും. ഇതൊരു ഈസി മെത്തേഡായിട്ടാട്ടോ, കറക്റ്റ് നോക്കിയിട്ടൊന്നല്ല, എൻ്റെതായ ഒരു രീതിക്ക്. ഓക്കെ, നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമുക്ക് എന്താക്കാം, അതിലേക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇറ്റ്സ് മീ നെച്ചു. സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ തരാൻ മറന്നുപോയി. ഓക്കെ, അത് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ലോണം എന്താക്കുക, ഉടഞ്ഞ് ഒരു പരിവാവില്ലേ, അപ്പം കുറച്ച് ഉപ്പിടുക. ഉപ്പ് ശ്രദ്ധിച്ചിടണേ. എനിക്ക് ഉപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, എത്ര ഇട്ടാലും കുറവായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വാട്ടണയിലും മറ്റേതിലും കുറച്ചിട്ട് മിക്സ് ആക്കിയത്. ചെറിയൊരു BP വേരിയേഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടേ എത്ര ഇട്ടാലും അത് ക്ലിയർ ആയിട്ട് കിട്ടൂല. അങ്ങനെ നല്ലോണം ഈ വഴണ്ട് വന്നതിലേക്ക് ഓക്കെ ആ മസാല ചേർത്ത് നന്നായിട്ട് എന്താക്കുക, അത് കംപ്ലീറ്റ് വടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ആ മസാലയുടെ പച്ച മണക്കൊന്ന് മാറി ഒരു വെന്തൊരു സ്മെല്ല് വരും. അത് നല്ലോണം കംപ്ലീറ്റ്ലി ഒന്ന് വാട്ടി കൊടുക്കുക. അത് നല്ലോണം ആയി വരുമ്പം അതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യാറ്, കാരണം മറ്റേ പുളി നമുക്ക് പെട്ടെന്ന് കിട്ടൂല. ഞാനിവിടെ ദുബായിലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടൂല. കിട്ടും, പക്ഷേ എന്നാലും ഇവിടെ എനിക്കിതിനോട് താല്പര്യം. എന്നാൽ നല്ലോണം വെട്ടി തിളച്ച കറിയിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാ മീനും എനിക്ക് കറിയിൽ തലയിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ മീനും എല്ലും കൂടി പെറുക്കി കൂട്ടി ഒന്നുകൂടെ മൂടി വെക്കാം. അങ്ങനെ ഒന്നുകൂടെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്ന് കുറച്ച് നേരം ഓഫാക്കിയിടാം. ഈ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ അടിപൊളി കളറുള്ള